രാഹുൽ സദാശിവൻ ഹിംസെൽഫ് ഈസ് എ വെരി ഗുഡ് വോയിസ് ആർട്ടിസ്റ്റ്. ഈ സിനിമയിലും ബ്രഹ്മയുഗത്തിലൊക്കെ ചാത്തൻ്റെ സൗണ്ടൊക്കെ രാഹുലിൻ്റെയാണ്. ശ്രീലങ്ക നമുക്കതിനെക്കുറിച്ച് ഇത്രയും ഒരു എന്താ പറയുക ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലീഷി ആയിട്ടുള്ളൊരു സൗണ്ട് അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് അത് ഒരു ചലഞ്ചാണ് ആക്ച്വലി. 2 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത സിനിമയാണ് ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം ഒരുപാട് പണിയുള്ള സിനിമയായിരുന്നു സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ഓരോ സ്റ്റെപ്പിലും നമുക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്നത്, എന്താണ് അയാളുടെ വിഷൻ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടും. ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തൊരു ഇതാണ് റോബോട്ടിൻ്റെ സൗണ്ട്. ആളുകളത് പടം ഗംഭീര വിജയം എന്നുള്ള തന്നെ അതൊരു സന്തോഷം. പക്ഷേ ഞാൻ പറയുന്നത് അതിലൊരു സൗണ്ടിനെ കുറിച്ചൊന്നുള്ളൊരു അപ്രീസിയേഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അത് ചെയ്യാറ്. ഹലോ എവ്രി വൺ, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജയദേവൻ സാറാണ്. DSCയുടെ വിശേഷങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വെൽക്കം സർ. ഹലോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധാരണ നമ്മളതിൻ്റെ സ്ക്രീനിൽ വരുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ പറയാറുള്ളത്. പക്ഷെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് ഭയങ്കര വലിയ ചർച്ചയായിരുന്നു. എങ്ങനെയാണ് ആ ഒരു ഫീലിങ്സ്? ഭയങ്കര സന്തോഷമുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര്, അതായത് നമുക്ക് ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നൊരു 200-300 ആളെങ്കിലും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതൊരു ഓവർവെൽമിങ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് അത്. എന്നുവെച്ചാൽ ആളുകൾ അത് ശ്രദ്ധിച്ചു. പലരുടെയും തിയേറ്റർ റെസ്പോൺസൊക്കെ കാണുമ്പോൾ സൗണ്ട് അടിപൊളിയായിട്ടുണ്ട്, നന്നായി കേൾക്കുന്നുണ്ടെന്ന് പറയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പൊ വീട്ടിലേക്കുള്ള വഴിയാണ് ആദ്യത്തെ സിനിമ. അവിടെ മുതൽ DSC വരെ ആ ഒരു ജേണി എങ്ങനെയാ? വളരെ ഒരു സന്തോഷമുള്ള ജേണിയാണ്. അതായത് ഓരോ പടത്തിൽ നിന്നും എന്താ പറഞ്ഞാൽ അടുത്ത പടത്തിലേക്ക് എത്തുമ്പോൾ എന്തെങ്കിലും പഠിക്കുകയും മനസ്സിലാക്കുകയും എന്തെങ്കിലും പുതുതായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയും അങ്ങനെയാണല്ലോ പോകുന്നത് നമ്മളെ. ഇപ്പം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ എന്തുമാത്രം ചില ബാലിശമായിട്ടും മിസ്റ്റേക്കുകളൊക്കെ ചെയ്തു എന്നൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലും അതിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടില്ല എന്നല്ല, ഇത് ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറില്ല സ്റ്റാർട്ടിങ് ഞാൻ ഇത് ഇങ്ങനായിരുന്നോ ചെയ്തത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ തിയേറ്റർ റെസ്പോൺസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ആ ഒരു ഷോട്ട് കാണുന്നത് നമ്മളിങ്ങനെ ഞെട്ടും. അപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സിങ്ക് സൗണ്ടും ഡബിങ്ങും രണ്ടും ഉണ്ടല്ലോ. ഇപ്പൊ കൂടുതൽ ട്രെൻഡിങ് സിങ്ക് സൗണ്ടിലേക്കാണ് വന്നേക്കുന്നത്. ഇതിലെങ്ങനെയായിരുന്നു കൂടുതലും? ഇത് ഡബ് ചെയ്ത പടം, അത് ഫുള്ളായി ഡബ് ചെയ്ത സിനിമയാണ്. ഓക്കെ, ഇത് സിങ്ക് സൗണ്ടിലല്ല ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ സൗണ്ട് മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ വർക്ക് കുറച്ചുകൂടെ ലൈറ്റ് ആക്കുന്നത് ഏതാ, സിങ്ക് സൗണ്ട് ആണോ? അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പടത്തിൻ്റെയും വർക്ക് ഫ്ലോ ഒത്തിരി ഡിഫറെൻ്റ് ആണ്. ഒരു ഡബ് സിനിമയുടെയും ഒരു സിങ്ക് സൗണ്ടിൻ്റെയും വർക്ക് ഫ്ലോ ഡിഫറെൻ്റ് ആണ്. കാരണം സിങ്ക് സൗണ്ട് നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒറിജിനൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള നോയ്സസ് അതിലുണ്ടാവും. ആ നോയ്സസിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ളൊരു വർക്ക് ഫ്ലോയാണ് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ ഞങ്ങളാ ചെയ്തത്. ഉള്ളൊഴുക്കിൽ മൊത്തം സമയം മഴയാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഈ മഴ നമ്മുടെ സൗണ്ടിൻ്റെ ഒരു ഭാഗമാണ്, വിഷ്വലിലും ഉണ്ട്. പക്ഷേ പല സമയത്തും മഴ ഇല്ലാത്ത സമയത്തും നമ്മൾ ആ മഴേനെ ഒരേപോലെ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് ചില സമയത്ത് ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതാകുമ്പോൾ കുറേ കൂടി കൺട്രോൾ കിട്ടും നമുക്ക്. ഈ സിനിമയിൽ നമുക്ക് കുറേ കൂടി കൺട്രോൾ ഉണ്ട് വോയിസിൻ്റെ മുകളിലൊക്കെ. ഓക്കെ, ഇപ്പൊ ഈ DSC എന്നുള്ളൊരു വാക്ക് ലാറ്റിൻ വേർഡ് ആണല്ലോ. ഇതിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു? നിങ്ങൾ സൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അപ്പൊ ഇങ്ങനത്തെ മ്യൂസിക് ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഞാൻ DSC കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ കൽക്കട്ടയിലാണ് പഠിച്ചത്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു CD ഉണ്ടായിരുന്നു, ഒരു പർട്ടിക്കുലർ ഒരു ഗ്രിഗോറിയൻ ചാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഉണ്ടായിരുന്നു. ഈ ആൽബത്തിൽ എനിക്ക് തോന്നുന്നു ഈ DSC ഉണ്ടായിരുന്നു. കാരണം അതിൽ മൊത്തം ഈ ചാൻറ്റുകളാണ്. ഈ മിഡീവൽ ചർച്ചിൽ പല കത്തീഡ്രൽസിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ അക്വസ്റ്റിക്സും റിവർബറേഷൻ എല്ലാം ഉള്ള ചാൻറ്റുകളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. രാഹുലിനെക്കാളൊക്കെ സംസാരിക്കുന്നതിനേക്കാളൊക്കെ മുമ്പ് അറിയായിരുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ആക്ടറിനോട് ചെന്നിട്ടൊക്കെ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇതാണ് സ്ക്രിപ്റ്റ്, അപ്പോൾ നമുക്കിത് വേണോ വേണ്ടോ എന്നൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാർ ഒരു വർക്ക് വരുമ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ ഒരു പാരാമീറ്റർ എങ്ങനെയാണ്? എനിക്കും എന്താ പറയുക, സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെയാണ് എന്നെയും ആളുകൾ കോൺടാക്ട് ചെയ്യാറ്. സ്ക്രിപ്റ്റ് കേൾക്കാറുണ്ട്, ചിലർ സ്ക്രിപ്റ്റ് തരാറുണ്ട്. ഇത് രണ്ടും നടക്കാറുണ്ട്. ഇപ്പോൾ ഈ സിനിമയിൽ ആദ്യം എന്നോട് രാഹുൽ കഥ പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ ടീമിൽ 1-2 പേരും കൂടിയിട്ടാണ് പോയത്. കഥ പറഞ്ഞു, അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് തന്നു. അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത്, 2 ചെയ്യുമ്പോഴും നമുക്ക് ഓരോ സ്റ്റെപ്പിലും നമുക്ക് കൂടുതലായിട്ട് എന്താണ് ഒരു ഡയറക്ടർ ആഗ്രഹിക്കുന്നത്, എന്താണ് അയാളുടെ വിഷൻ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടും. പിന്നെ രാഹുലിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിൽ ഒരുപാട് ക്യൂസ് ഉള്ള സ്ക്രിപ്റ്റാണ്.
ഓക്കെ. എക്സാക്ട്ലി എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ രാഹുൽ സദാശിവന്റെ സിനിമകളെല്ലാം വ്യത്യസ്തമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏത് ജോണറാന്ന് വെച്ചാൽ ഹൊറർ ആണെന്ന് പറഞ്ഞാൽ പോലും ഹൊററിൽ വേറെ എന്തോ ഒരു സംഭവമാണല്ലോ. ഇപ്പൊ ബ്രഹ്മയുഗം ആണെങ്കിലും ഭൂതകാലാണെങ്കിലും ഇപ്പൊ DSR ഇറങ്ങിയതാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഈ സൗണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ നമ്മൾ പടം സ്റ്റാർട്ട് ചെയ്ത ഒന്നാമത്തെ റീൽ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ പേജ് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ക്രിപ്റ്റിൽ ഒരു ചായ ഗ്ലാസ് വീഴുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു, അല്ല പൊട്ടിച്ചിതറുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ സൗണ്ടുകളും മങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് തുള്ളികളുടെ സൗണ്ട് വ്യക്തമായിട്ട് കേൾക്കാൻ തോന്നുന്നു. എന്നുവെച്ചാൽ മധുസൂദനം പോറ്റിക്ക് വളരെ വ്യക്തമായിട്ട് ആ സൗണ്ട് അത് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ഡയറക്ടറുടെ ഒരു വിഷൻ അനുസരിച്ചിട്ട് അത് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഇത് വളരെ ഈസിയാണ്. അത് ഇത്രയും കാര്യങ്ങൾ അതിൽ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു എന്താണ് സൗണ്ട് സ്കേപ്പ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ക്ലാരിറ്റി ഉണ്ടല്ലോ, വളരെയധികം ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പൊ ഞാൻ ക്രിസ്റ്റോന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ആ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഈ ഇപ്പൊ നമ്മൾ DSRന്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മ്യൂസിക്കും ആ സൗണ്ടും ഇല്ലേ ഇങ്ങനെ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതെന്താ ഒരു പേടി എന്നുള്ളൊരു ഫീലിങ്സ് ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പേടി ഇല്ല, അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മളിത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളുണ്ടാവുന്ന വെച്ചാൽ നമ്മൾ വേറെ രീതിയിൽ അത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ട്രോൾ ചെയ്തിട്ടും പല കാര്യങ്ങൾ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കത് എവിടെയാണ് നമുക്ക് പെട്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർക്ക് ചെയ്തൊരു സാധനം ആളുകൾ എങ്ങനെ സ്വീകരിക്കും, ഇത് എങ്ങനെയാണ് തിയേറ്ററിൽ റെസ്പോൺസ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഇതെന്താണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മളൊരു സൗണ്ട് അതിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇടയ്ക്ക് പലരും പറയുന്നൊരു സൗണ്ടാണ് ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ലിഡ് തുറക്കുന്ന സൗണ്ട് ഉണ്ട്. നമ്മളത് കേട്ട് നമ്മളതിൻ്റെ ടെക്നിക്കാലിറ്റീസും ഇത് എങ്ങനെയാണ് വർക്കാവുന്നത് എന്നൊക്കെയാണ് ആലോചിക്കുന്നത്. ഇത് എങ്ങനെയാണ് ആളുകളെ അത് ബാധിക്കുന്നത് മാനസികമായിട്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവരുടെ ആസ്വാദനത്തെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ അപ്പോഴേക്കും നമ്മുടെ കിളി പോകും. ഞാൻ ഒരു 3 മാസത്തോളം ഈ പടത്തിൽ വർക്ക് ചെയ്തു. 3 മാസം ഈ സൗണ്ട് ഈ മ്യൂസിക് ഇത് തന്നെ കേട്ടോണ്ടിരിക്കും. അതെ എന്നുവെച്ചാൽ അതിലുള്ള ഒരു കയ്യിൻ്റെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡ് സ്റ്റെപ്പോ ഒരാളുടെ ഷർട്ടിൻ്റെ റസലോ എന്താ പറയുക തലയിലൂടെ മുടിയിലൂടെ വിരലോടിക്കുന്ന സൗണ്ടോ ഇതെല്ലാം തന്നെയും കുറച്ചാളുകൾ ഇരുന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി മിക്സിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം എനിക്ക് കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ഓരോ സൗണ്ട് എവിടെ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ നമുക്കൊരു പേടി തോന്നില്ല. കാരണം എന്നാ വെച്ചാൽ ഒരു 100 150 അത് പോരാ, അതിനും കൂടുതലോട്ട് ഈ സിനിമ കണ്ടു. ഓക്കെ. അല്ല നിങ്ങളിപ്പോ വർക്ക് ചെയ്ത സിനിമയാണ് ഭയങ്കര അടിപൊളി സിനിമ. അപ്പൊ നമ്മൾ പ്രേക്ഷകർ ഇത് പോയിരുന്ന് കാണുമ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും, അങ്ങനെയൊക്കെ വരുമല്ലോ. ഇപ്പൊ സാർ സിനിമയ്ക്ക് പോയിരുന്ന് കാണുമ്പോൾ അറിയാലോ അടുത്തത് ഇതാ വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഫീലിങ്സ് കിട്ടില്ലേ അല്ലേ? എനിക്ക് അത്രയും ഇന്നസെന്റ് ആയിട്ടിരുന്ന് ഞാൻ ചെയ്ത സിനിമകൾ കാണാൻ പറ്റാറില്ല. ഈവൻ മറ്റു സിനിമകൾ തന്നെ പലപ്പോഴും കാണാൻ പറ്റും. ഒന്ന് നമ്മളൊരു അക്കാദമിക്കലി ഇത് ട്രെയിൻഡ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ എന്താ പറയുക നമ്മുടെ ചെവി നമ്മുടെ ബ്രെയിനെ ഓവർകം ചെയ്ത് അതാണ് ശ്രദ്ധിക്കുന്നത്. പല സമയത്തും സിനിമയ്ക്ക് പോകുമ്പോൾ ഇത് ലൗഡായി പോയല്ലോ, അല്ലെങ്കിൽ ഇത് ശരിയായോ, ഇത് കറക്റ്റായോ, ഇങ്ങനെയുള്ളൊരു ഒരു 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 ജഡ്ജ്മെൻറ്റ് പോവും. അപ്പോൾ അത്രയും ഇന്നസെൻ്റ് ആയിട്ട് പലപ്പോഴും സിനിമ കാണാൻ പറ്റാറില്ല. ഓഹോ, ഓക്കെ. അപ്പൊ ചിലത് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാവുമല്ലോ അടുത്തത് ഇപ്പൊ ഇതാവും വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സൗണ്ട് ആവും എന്ന് അറിയുമ്പോഴത്തേക്കും നമ്മുടെ ആസ്വാദനത്തിന് കംപ്ലീറ്റ് ബാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയിലുള്ള സിനിമകൾ. പിന്നീട് പുറമെയുള്ള ഭാഷയാകുമ്പോൾ കുറേ കൂടി ഡിറ്റാച്ച് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പുറമെയുള്ള ഭാഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ബോളിവുഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് ബോളിവുഡ് തുടക്കത്തിലായിരുന്നു അതോ ഇപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. ഓക്കെ. അവിടെ നിന്ന് വരുമ്പോൾ ഇവിടോട്ടുള്ള ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണോ, എങ്ങനെ കാര്യങ്ങള്? ഇല്ല, വർക്കിൻ്റെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്റ്റൈലൊക്കെ ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്. ആകെ ഒരു എന്താ പടത്തിൻ്റെ എന്ന് പറയുന്നത് എന്താണ് സ്കോപ്പിൽ, അതായത് ഞാൻ പറഞ്ഞ ഇക്കണോമിക്കൽ സ്കോപ്പിൽ അതിലേക്കാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ എനിക്ക് കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയത് മലയാളത്തിലാണെന്ന് പറയാം. ബോളിവുഡിനേക്കാളും കുറേ കൂടി മീനിങ് ഫുൾ ആയിട്ടുള്ള സിനിമകൾ ഇവിടെയാണ്. ഓക്കെ. ഇപ്പൊ ചെയ്തിരിക്കുന്ന സിനിമകളാണെങ്കിൽ എല്ലാം ഹൊററിൽ വരുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പൊ ബ്രഹ്മയുഗം ആണെങ്കിലും ഹൊറർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, എന്നാൽ വേറൊരു ജോണറിലാണ് പോകുന്നത്. അപ്പൊ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടുള്ള സിനിമകൾ, പ്രേത സിനിമകൾ എന്ന് പറഞ്ഞാൽ യക്ഷി വെള്ളസാരി എടുത്ത് വരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു മ്യൂസിക് നമുക്ക് പരിചിതമാണ്. ഇപ്പോൾ ഉള്ളത് വ്യത്യസ്തമാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ അകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ശ്രീകൃഷ്ണ പരുന്ത്, ലിസ, അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള സിനിമകളാണ്. ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ പരുന്തൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു പേടി തോന്നിയിട്ടുള്ള സിനിമകളാണ് ആ സമയത്ത്. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഓരോ കാലത്തിൻ്റെതായുള്ള എസ്തെറ്റിക്സും കാര്യങ്ങളുമായിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ ഒരു സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെ തന്നെ ആയിരിക്കും തോന്നുന്നു എനിക്ക് മ്യൂസിക്കും. അത് നിങ്ങൾ ഈ സൗണ്ട് ആണല്ലോ ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി. അല്ല, മ്യൂസിക് പിന്നെയും ഓക്കെയാണ്. എനിക്ക് വിഷ്വലും ഇതും കൂടി വരുമ്പോഴാണ് നമുക്ക് അത് നമ്മുടെ വർക്കിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പലപ്പോഴും അത് ബ്രേക്ക് എടുത്ത് കുറച്ച് ദിവസം മാറി നിൽക്കുമ്പോഴാണ് നമുക്കതൊരു എന്താ പറയുന്നത്
കുറച്ചും കൂടി അത് ആസ്വദിക്കാൻ പറ്റുന്നത്. ഓക്കെ. ഒരു സിനിമ കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രേക്ക് എടുത്തൊന്ന് റിലാക്സ് ആവാറുണ്ടോ? വരാറുണ്ട്. കാരണം ഒന്നാമത് വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂസ് വർക്കുകളൊന്നുള്ള ആളല്ല ഞാൻ. എന്നുവെച്ചാൽ ഒരു സിനിമ കഴിഞ്ഞ് ചിലപ്പോൾ ബ്രേക്ക് വരാറുണ്ട്, ചിലപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നാലും അതിനെന്താ പറയുന്നത്, ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. ലൈക്ക് ഓക്കെ. ഇപ്പോ രാഹുൽ സദാശിവൻ, ക്രിസ്റ്റോ അല്ലെങ്കിൽ സാർ, നിങ്ങൾ ഒരു കോംബോ ഉണ്ടല്ലോ ഇപ്പൊ കുറച്ച്. അപ്പൊ ആ ഒരു കോംബോനെ എങ്ങനെയാ ഓർക്കുന്നത്? അയ്യോ, വളരെ സന്തോഷമാണ്. വളരെ എന്താ പറയുന്നത്, ഹാപ്പിയായി കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഏത് സിനിമയിലും വർക്ക് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുന്നത്, പരസ്പര ബഹുമാനത്തോടു കൂടിയും ഒരു ഗിവ് ആൻഡ് ടേക്കോട് കൂടിയും ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസിയാണ്. ക്രിസ്റ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റോയും ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്ത സാധനങ്ങൾ അയാൾക്കും അയാൾ ചെയ്ത സാധനങ്ങൾ എനിക്കും അത് അങ്ങനെ അയച്ചിരുന്നു. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം നമ്മൾ എവിടെയാണ്, ഏതാണ്, അതായത് ടെക്നിക്കലായിട്ട് പോലും ഏത് ഫ്രീക്വൻസീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എവിടെയും ക്ലാഷ് വരരുത്, അങ്ങനെ ഉള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും. അതുപോലെ ക്രിസ്റ്റോ വിളിച്ച് പറയേണ്ട, ചേട്ടാ ഇതൊന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് സൗണ്ട് കയറണം എന്നൊക്കെ പുള്ളി കറക്റ്റായിട്ട് പറയാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അത് അനുസരിച്ചിട്ടാണ് വർക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ രാഹുലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന് വേണ്ട ചില സാധനങ്ങളുണ്ട്, ആ സാധനത്തിൽ പുള്ളി വാശി പിടിക്കും. അപ്പോൾ അത് കിട്ടുന്നവരെ നമ്മളും വർക്ക് ചെയ്യുക. കാരണം അത് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിൻ്റെ വിഷനാണ്. അപ്പോൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. DSRയിൽ അങ്ങനെ ഇരുന്ന് പോയ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? DSRയിൽ ഇല്ല. DSRയിൽ അങ്ങനെ നമ്മളങ്ങനെ പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടായില്ല. കുഴപ്പമില്ല. പക്ഷേ ബ്രഹ്മയുഗത്തിലൊക്കെ പെട്ടിരുന്നു. എന്നുവെച്ചാൽ ബ്രഹ്മയുഗത്തിൽ ആ ഒരു പോറ്റി നടന്നു വരുന്ന ഒരു മെതിയടി, ആ മെതിയടിയുടെ സൗണ്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിരുന്നു. ഓക്കെ. അപ്പൊ നമ്മളൊരു തവണ ചെയ്യുമ്പോഴത്തേക്കും അത് സെറ്റ് ആവില്ല. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെതിയടിയുടെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ മണിച്ചിത്രത്താഴിലൊരു മെതിയടിയുണ്ട്, മോഹൻലാൽ മറ്റേ നാഗവല്ലിയുടെ റൂമിന് പുറത്ത് മെതിയടിയുണ്ട്. അത് പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു സൗണ്ടായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ രണ്ട് സിനിമയിൽ മമ്മൂക്ക വരുന്നേക്കാളും മുമ്പാണ്, ഈ പോറ്റി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നേക്കാളും മുമ്പാണ് നമ്മൾ മെതിയടിയുടെ സൗണ്ട് കേൾക്കുന്നത്. ആദ്യത്തെ ഫസ്റ്റ് പാട്ടിൻ്റെ പടത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യം ഇത് മെതിയടീനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്ത് സൗണ്ടാണെന്നൊരു പ്രേക്ഷകന് ആകാംക്ഷയോ അല്ലെങ്കിൽ എന്തെന്നാ പറയുന്നത്, എന്താണ് ഈ സൗണ്ട് എന്ന് അവർക്ക് മനസ്സിലാവാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് കാലിൻ്റെ ക്ലോസപ്പ് കാണിക്കുമ്പോഴാണ് ഓക്കെ ഇത് മെതിയടിയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പം അതുവരെ ആ സൗണ്ടിൻ്റെ ഒരു ഐഡന്റിറ്റി എന്താണെന്ന് ആർക്കും പിടികിട്ടില്ല. അപ്പം അതിനെ കുറിച്ചൊരു വേവലാതി ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാതെ ഇത് മെതിയടിയുടെ ശബ്ദമായിരുന്നോ കേട്ടതെന്ന് തോന്നുമ്പോൾ അത് പിന്നീടാണ്, അത് ക്ലോസപ്പിലായ പുള്ളിയുടെ കാല് കാണുമ്പോഴാണ് ഇത് മെതിയുടെ സൗണ്ട് ആണെന്ന് മനസ്സിലാവുന്നത്. അതുവരെ നമുക്ക് ആ സൗണ്ട് പിടികിട്ടുന്നില്ല എന്താണെന്നുള്ളത്. മെതിയടിയുടെ സൗണ്ട് അത് കണക്ട് ചെയ്യാൻ അത് കണ്ട ശേഷം കണക്ട് ചെയ്യാൻ പറ്റുകയോ വേണം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണക്ട് ആവും. പിന്നെ അത് നടക്കുമ്പോൾ ആ സൗണ്ട് വരുമ്പോൾ അത് കണക്ട് ആവും. ബുദ്ധിമുട്ടില്ല. പക്ഷെ കാണുന്ന വരെ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ വേറൊരു ഇതുണ്ട്, അതായത് തേവൻ ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ദേഹം നടന്നു വരുന്നൊരു സൗണ്ട്, നമ്മളിങ്ങനെ ദൂരെ നിന്ന് അടുത്തേക്ക് വരുന്നൊരു സൗണ്ട് ഉണ്ട്. അതും ആ ഒരു മെതിയടിയുടെ സൗണ്ട് ഉണ്ടാക്കാൻ ഇത്തിരി പാടുപെട്ടു പ്രമേയത്തിൽ. ഓക്കെ. ഇപ്പൊ DSRയിൽ വരികയാണെന്നുണ്ടെങ്കിൽ കുറെ സൈലൻസ് കുറേ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സൈലൻസിന്റെ റോള് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സൈലൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈലൻസ് കേൾക്കുന്ന സൈലൻസ് ആണ്. ഒരു സൈലൻ്റാന്ന് പറയുമ്പോൾ അവിടെ മ്യൂസിക് ഇല്ലാന്ന് മാത്രമാണ് ഇപ്പോൾ ആൾക്കാർ അർത്ഥാക്കുന്നത്. പക്ഷെ അത് സൈലൻ്റ് അല്ല. ആ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് നമ്മൾ ആദ്യം കണക്കാക്കിയത് ഫുൾ അടച്ചു പൂട്ടിയിട്ട് വളരെ മോഡേൺ ആയിട്ടുള്ള വീട്. അപ്പോൾ അതിൻ്റെ ഫുൾ ടൈം അതിൽ എയർ കണ്ടീഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഇലക്ട്രിക്കൽ ഹം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് സൗണ്ടുകൾ അവിടെ എപ്പോഴും ഉണ്ട്. ഓൾവേസ് അല്ല, ഒരു 5-6 ട്രാക്ക് ഈ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് DSRയിൽ. പിന്നെ DSRയിൽ നമ്മൾ ചെയ്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹമ്മ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ സൗണ്ട് എടുത്തിട്ട് കടലിൻ്റെ സൗണ്ടിനെ സ്പീഡ് കുറച്ചിട്ടാണ് ഈ സൈലൻസിൻ്റെ സ്ഥലത്ത് എല്ലായിടത്തും ഈ കടലിൻ്റെ സൗണ്ട് എടുക്കുന്നുണ്ട്. ഓക്കെ. കാരണം എന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്യണം, ഒരു മുഴക്കം ഫീൽ ചെയ്യണം. അതൊക്കെ ഡെഫനിങ് സൈലൻസ് എന്ന് പറയുമ്പോൾ ആ ഡെഫനിങ് സൈലൻസിലും എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് ഉണ്ടെങ്കിലാണ് സൈലൻസ് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പൊ DSR ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഇത്രയും വലിയൊരു ഹൈപ്പ് അല്ലെങ്കിൽ ഇതിങ്ങനെ പോകുന്ന ഒരു സിനിമ ആയിരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? സിനിമ ആളുകൾ സ്വീകരിക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളാദ്യം സിനിമ കണ്ടപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ നമുക്കൊരു ഹൈ കിട്ടിയിരുന്നു. അപ്പോൾ അത് ആളുകൾക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ വർക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ജഡ്ജ്മെന്റ് പോയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു സ്ഥിതിയിൽ വരുന്നത്. ഓക്കെ. ഇപ്പൊ ചില കാര്യങ്ങൾ വർക്ക് ചെയ്യുമ്പോഴേ ഇപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിയേർഡ് ആയിട്ടുള്ള ചിലത് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്കത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടായിരിക്കും സിനിമയിൽ വരുന്നത്. അപ്പൊ അത് ആളുകൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ആകാംക്ഷയല്ലേ? അങ്ങനത്തെ ഏതെങ്കിലും സീൻസ് ഒരുപാടുണ്ട് ഇതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കേട്ടിരിക്കുന്ന എല്ലാ ചിലങ്കയും ഈ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ചിലത് കാലുമ കെട്ടി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തന്നെ കാലുമ കെട്ടി നടന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ചിലത് നമ്മൾ കയ്യിൽ പിടിച്ചിട്ട്, ഇപ്പോൾ ആ പെൺകുട്ടി 1-2 ഷോട്ടിലൊക്കെ നമ്മൾ ചിലങ്കയുടെ സൗണ്ട് നമ്മൾ കൈ കൊണ്ട് എടുത്തിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. കാരണം നമുക്ക് വേണ്ടത് പണ്ടത്തെ സിനിമകളിലെ യക്ഷിയിട്ട് നടന്നിരുന്ന ചിലങ്കി അല്ല. അപ്പോൾ അതുപോലത്തെ ഒരു സൗണ്ട് അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ചിലങ്കി കുറച്ചും കൂടിയും സസ്റ്റെയിൻ ഉണ്ട്, നീളം കൂടുതലുണ്ട്.
ചിലങ്കയുടെ സൗണ്ടിന് തന്നെ. ഉം. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രത്തുകൾ, അതുപോലെ ഇപ്പോൾ ഇൻ്റർവെൽ ബ്ലോക്കിൽ ഒരു വലിയൊരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ തന്നെ ചെയ്ത് ചിലതൊക്കെ അതിനെ പ്രോസസ്സ് ചെയ്ത് അതന്നെ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അലൻ, പ്രേം, ഷമീർ, ഇവരൊക്കെ ഇതിലെ സൗണ്ട് എഡിറ്റേഴ്സ്. ഇവർ തന്നെ പലപ്പോഴും നമ്മൾ ഐഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് യൂസ് ചെയ്ത ഒരുപാട് സൗണ്ട് അതിലുണ്ട്. പിന്നെ ഇതിൽ രാഹുൽ സദാശിവൻ ഹിംസെൽഫ് ഈസ് എ വെരി ഗുഡ് വോയിസ് ആർട്ടിസ്റ്റ്. ഈ സിനിമയിലും ബ്രഹ്മയുഗത്തിലൊക്കെ ചാത്തൻ്റെ സൗണ്ടൊക്കെ രാഹുലിൻ്റെയാണ്. ഓ. ചാത്തൻ പുറത്തേക്ക് വന്ന് അമർന്നൊക്കെ രാഹുൽ തന്നെ ചെയ്തതാണ്. കാരണം അയാൾക്ക് അറിയാം ഇതാണ് സൗണ്ട് എന്ന്. ഈ സിനിമയിലും അതുപോലെ പല സൗണ്ടുകളും രാഹുൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അതുപോലെ തന്നെ കേൾക്കുന്നില്ല, ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലെ അല്ല കേൾക്കുന്നത്. നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് മാറ്റി അങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. അതെ 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 അതെ. അത് ആ മ്യൂസിക്കിൻ്റെ ഒപ്പം ആ വീടിൻ്റെ ഒപ്പം ആ ക്യാരക്ടറിൻ്റെ ഒപ്പമൊക്കെ പോകുന്ന ഒരു സാധനമാക്കി മാറ്റാനുള്ളൊരു ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഈ ചിലങ്കയുടെ കാര്യം പറഞ്ഞപ്പോഴേ, പണ്ട് മുതലേ പ്രേതവും ചിലങ്കയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ചിലങ്കയുടെ ശബ്ദം കേൾക്കാന്ന്. അപ്പൊ ആ ചിലങ്ക തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട്, ഈ സിനിമയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ എങ്ങനായിരുന്നു പറഞ്ഞത്? അതായത് ചിലങ്ക നമ്മൾ യൂസ് ചിലങ്ക ഇതില് സ്ക്രിപ്റ്റിലുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മളൊരു പുതിയൊരു സൗണ്ട് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്ത്. ഈ ചിലങ്ക ഇല്ലാതെ ഈ പടമില്ല. ഈ ചിലങ്ക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിയാലോ. അപ്പോൾ ഈ ചിലങ്ക നമുക്കതിനെക്കുറിച്ച് ഇത്രയും ഒരു എന്താ പറയുക, ഓവർ യൂസ്ഡ് ആയിട്ടുള്ള വളരെ ക്ലീഷ ആയിട്ടുള്ളൊരു സൗണ്ട് അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത്, അത് ഒരു ചലഞ്ചാണ് ആക്ച്വലി. അതായത് ഇതുവരെ കേൾക്കാത്ത പോലെ ഒരു ചിലങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിലൊരു ചലഞ്ച്. അതുപോലെ തന്നെ രേഖാചിത്രത്തെ പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചു അതിന്റെ ഇടയ്ക്കായിരുന്നു. ഞാൻ സിനിമ കണ്ടു, വളരെ നല്ല സിനിമയായിരുന്നു. ആൻഡ് അതിനകത്ത് കുറേ സ്റ്റോറീസ് ഇങ്ങനെ പറയുന്നത് പോലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സിനിമയിൽ ഓരോ സിനിമയിലും നമ്മൾ ഏറ്റവും കൂടുതൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സൗണ്ട് ഡിസൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വോയിസാണ്. ഈ സിനിമയിലായാലും ഏത് സിനിമയിലായാലും, ഇപ്പോൾ ബ്രഹ്മയുഗത്തിലായാലും നമ്മൾ പറയുന്നതിൻ്റെ ഒരു മീറ്ററും പറയുന്നതിൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു ഇമോഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചുമ്മാ ഒരു സാധനം പറഞ്ഞാൽ ആൾക്കാർക്ക് കൺവേഡ് ആവില്ല. അപ്പോൾ ഈ രേഖാചിത്രത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് മ്യൂസിക്കാണ്. കാരണം രേഖാചിത്രം മോസ്റ്റ്ലി ഒരു മ്യൂസിക്കലി ഇമോട്ട് ചെയ്ത് പോയൊരു സിനിമയാണ്. പക്ഷേ ഒരുപാട് എലമെൻറ്റ്സ്, അതായത് മഴ, കാറ്റ്, ഇടിവെട്ട്, അത് ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക് ഉണ്ട്, ഒരുപാട് ലെയേഴ്സുള്ള മ്യൂസിക് ഉണ്ട്. അതിൻ്റെ ഒപ്പം വോയിസും കൂടി കേൾക്കണം. അപ്പോൾ ഈ വോയിസിൽ നിന്ന് ഒരു സെക്കൻഡ് നേരത്തേക്ക് നിങ്ങൾക്ക് വോയിസ് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സിനിമ എന്നുള്ളൊരു കണക്ഷൻ പോവും. അപ്പോൾ അതിൽ സായികുമാറൊക്കെ ഇരുന്ന് പറയുന്ന കഥ വെച്ചാൽ പലരുടെ 5-6 പേരുടെ കഥ കൂടിയിട്ടാണുള്ളൊരു കൾമിനേഷൻ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് പണിയാണോ? അതെ അതെ, അതിൻ്റെ മിക്സിങ്ങിൽ നല്ല പണിയായിരുന്നു. അതായത് ഏതാണ് എവിടെയാണ് കേൾപ്പിക്കേണ്ടത്, അതായത് വോയിസ് കേൾക്കാതിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ വോയിസ് കാണികൾക്ക് ക്ലിയർ അല്ലെങ്കിൽ അവർ സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതെ അതെ. ഇപ്പൊ നമ്മൾ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു, അതിനൊരു കറക്ഷൻ വന്നാണല്ലോ നല്ല ഔട്ട്പുട്ട് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ കറക്ഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ മെന്റലി ഇങ്ങനെ അങ്ങനെ ഒരു ഫീൽ ഇല്ല, അങ്ങനെയില്ല. കറക്ഷൻ അതിപ്പോൾ നമ്മുടെ പണിയുടെ ഭാഗമാണ്. നമ്മളൊരു സാധനം ചെയ്യുന്നു. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഹാഫ് വർക്ക് ചെയ്തിട്ട് ഫുൾ നമ്മുടെ സൗണ്ടായി, അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റീരിയോ ഒരു മ്യൂസിക് വെച്ചിട്ട് ബാലൻസ് ചെയ്ത് ഡയറക്ടറിന് ഓൾമോസ്റ്റ് ഒരു മിക്സ് ആയിട്ടുള്ളൊരു വേർഷൻ നമ്മൾ ഡയറക്ടേഴ്സിനെ കേൾപ്പിക്കുന്നത്. അപ്പോൾ അവരിവിടെ വന്നിരുന്ന് കാണുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളൊരു മിക്സിംഗ് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുന്ന പോലെയാണ്. അവർക്ക് ഫുള്ളായി ജഡ്ജ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവർ പറയുന്നു നമുക്ക് ഇതിവിടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം, ഇതാണ് എൻ്റെ ഒരു ഐഡിയ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം അപ്പോൾ അത് നമുക്ക് ഫിനിഷ് ചെയ്ത് വീണ്ടും കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്രിസിയേഷൻ എന്തായാലും കുറെ കിട്ടിക്കാണെന്ന് എനിക്കറിയാം. ക്രിട്ടിക് ആരായിരുന്നു? വർക്സിന്റെ ക്രിട്ടിക് നമ്മൾ തന്നെ സെൽഫ് ക്രിറ്റിസിസം ഒരുപാടുണ്ട്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് ശരിയാവൂ എന്നുള്ളതുണ്ട്. പിന്നെ ഞങ്ങൾ 4 പേരും തന്നെയാണ്. അതിപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത എൻ്റെ ടീം എന്ന് പറയുന്ന അവരാണ് നമ്മുടെ ഏറ്റവും വലിയ ക്രിട്ടിക്. അതായത് ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു സൗണ്ട് ഇടാൻ പറയുമ്പോൾ അവരായിരിക്കും എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. അയ്യോ ഇത് വേണോ? കാരണം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് സിനിമ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലൈറ്റ് ആയിട്ടുള്ള മുകളിൽ ഒരു എന്താ പറയുന്നത്, അത്രയും ഫ്രണ്ട്ലി ഇതിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചലഞ്ച് എടുത്തിട്ടുള്ള ഒരു സിനിമ ഏതായിരിക്കും? ഇപ്പൊ ഭൂതകാലം, ബ്രഹ്മയുഗം, ദിയസേര എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 3 ഏതായിരിക്കും? ഭൂതകാലം ഞാൻ ചെയ്തല്ല. അല്ല. ഓക്കെ. രാഹുൽ സദാശിവന്റെ സിനിമ ഞാൻ ചെയ്തല്ല. ഓക്കെ. അപ്പൊ ദിയസേരയും ഇതും എടുക്കുമായിരുന്നെങ്കിൽ ഏതായിരിക്കും? എനിക്കൊന്നും ബ്രഹ്മയുഗം കുറച്ചും കൂടി ചലഞ്ചിങ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്ത സിനിമയാണ് ബ്രഹ്മയുഗം. ഒരുപാട് പണിയുള്ള സിനിമയായിരുന്നു സൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം. DSCRയിൽ പണി ഉണ്ടായില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ DSCRയിൽ വളരെ ഒരു മിനിമലായിട്ടുള്ളൊരു പാലറ്റിലാണ് വർക്ക് ചെയ്തത്. എക്സാക്റ്റ് ആയിട്ടുള്ള ഭയങ്കര പ്രിസിഷൻ കട്ടുകളും വളരെ മിനിമലായിട്ടുള്ള, അതായത് ഇടുന്ന സൗണ്ട് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ക്ലിപ്പിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പിൻ്റെ സൗണ്ട് കറക്റ്റ് ആയിരിക്കണം. അത് കാരണം നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ക്ലിപ്പിൻ്റെ സൗണ്ട്, അത് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെയാണ്. പക്ഷേ ബ്രഹ്മയുഗത്തിൽ കുറച്ചും കൂടി എന്താ പറയുന്നത്, ഒരു സമയത്തിനെതിരെയുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു.
ഓക്കെ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാട് പൂക്കുന്ന നേരം നമ്മുടെ അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. അതിന്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെ? അത് വളരെ ഒരു എന്താ പറയുക, ഒരു ടെൻഷനും ഇല്ലാതെ വർക്ക് ചെയ്ത സിനിമകളാണ്. ഇപ്പോൾ ഡോക്ടർ ബിജുവിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ഏത് സിനിമ എടുത്ത് നോക്കാൻ വെച്ചാൽ ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലാതെ ഒരു വളരെ ചെറിയ ക്രൂവും ഒരു ഫാമിലി പോലെ. ഞങ്ങൾ ഓരോ വട്ടം ഡോക്ടർ വിളിക്കുമ്പോൾ പുള്ളിയുടെ നമ്മളെന്താ പറയുക, വീട്ടിലേക്ക് പോകുന്ന പോലെ പോകാവുന്നൊരു സെറ്റാണ് ഡോക്ടറുടെ. വളരെ 10-50 ആളുണ്ടാവും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഞാൻ 8-9 സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എല്ലാവരും അറിയാം, എന്നെ എല്ലാവർക്കും അറിയാം. വളരെ ഈസി ആയിരുന്നു. ഓക്കെ. അതേപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, ആ സിനിമയുടെ എനിക്ക് വ്യത്യസ്തമായ ഒരാശയമാണ് നമ്മളിലേക്ക് എത്തിച്ചത്. ആ സിനിമയുടെ കാര്യങ്ങളാണെങ്കിൽ അത് റോബോട്ടാണ് സംസാരിക്കുന്നത്, ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ആളുകളിലേക്ക് അത് കറക്റ്റായിട്ട് കൺവേ ആവണം. ആ ഒരു ചലഞ്ച് എങ്ങനെയായിരുന്നു ഏറ്റെടുത്തത്? റോബോട്ടിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു റോബോട്ട് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇന്നേവെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലഗിൻ എടുത്തിട്ട് കഴിഞ്ഞാൽ സൗണ്ട് ആവും. പക്ഷേ രതീഷിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിനോടൊരു ഇഷ്ടം തോന്നണം. അതൊരു കുട്ടിയാണ്, ആ റോബോട്ട് ഒരു കുട്ടിയാണ്. അപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നണം, അതേസമയം അതിനൊരു ടെക്നോ സൗണ്ട് വേണം താനും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളൊരു പരിപാടി. ആ റോബോട്ടിൻ്റെ സൗണ്ട് ഉണ്ടാക്കാൻ കുറേ ബുദ്ധിമുട്ടി. കാരണം എനിക്ക് തോന്നുന്നൊരു 8-10 പേര് വന്ന് ഡബ് ചെയ്തിട്ട് പല രീതിയിൽ അവരുടെ സൗണ്ടുകൾ വെച്ച് നോക്കി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു സൗണ്ട് എടുത്ത്, എനിക്കൊന്നൊരു ക്രിസ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു BA മറ്റോ പഠിക്കുന്നൊരു പയ്യൻ്റെ സൗണ്ടാണ് അതിൽ യൂസ് ചെയ്താൽ എനിക്ക് ഓർമ്മ. അതൊരു 3-4 ലെയർ ഓഫ് സൗണ്ട് ഉണ്ട് അതിൽ. ബുദ്ധിമുട്ടുള്ള സൗണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ പടം തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർക്ക് അത് ചെയ്യാണ്ട് അവരത് വിട്ടുപോയി. അതെ അതെ, അവർ വിചാരിച്ചത് എന്തോ ഒരു സാധനം വിട്ട് നമ്മളൊരു മാജിക് വാൻഡിൽ അത് അങ്ങനെയല്ല. അത് ഓരോരോ വേർഡിനും നമ്മളത് ഓട്ടോമേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ചെയ്ത സൗണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട് ക്യാമറ ആയിരുന്നു പഠിക്കാൻ വേണ്ടി പോയത്, അത് കഴിഞ്ഞിട്ടാണ് സൗണ്ടിലേക്ക് മാറിയത്. അപ്പൊ ഇപ്പോഴും ക്യാമറയോടുള്ളൊരു ഇഷ്ടം അങ്ങനെ തന്നെ? ക്യാമറയോട് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളൊരു മീഡിയത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പോയത്. ആസ് എ സിനിമ ആസ് എ ഹോൾ നമുക്കത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ പഠിക്കാൻ വേണ്ടി പോയി, ക്യാമറ പഠിച്ചില്ല, കാരണം നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഓക്കെ, സൗണ്ടാണ് ഞാൻ പഠിച്ചത്. അതെ അതെ, അങ്ങനെ കിട്ടാതെയാണ് സൗണ്ടിന് ജോയിൻ ചെയ്തത്. എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ, അതായത് ആ ഒരു സമയത്തൊക്കെ വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും അങ്ങനെ വിഷമമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിയേർഡായിട്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് കുറെ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് അത് ഓഡിയൻസ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി DA സീരിയലൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ റെസ്പോൺസ് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ചിലത് വെച്ചാൽ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ ആളുകൾ സ്വീകരിക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ എന്താ പറയുന്നത്, വളരെ ഇതെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോട്ട് അതിൻ്റെ പിന്നിലുള്ള കഥകളും നമ്മൾ ഐഫോണിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ റെക്കോർഡർ ചെയ്തിട്ടത് നമ്മളുണ്ടാക്കിയ സൗണ്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അതായത് ചില സൗണ്ടുകളൊക്കെ തിയേറ്ററിൽ ഇങ്ങനെ വളരെയധികം മുഴങ്ങി കേൾക്കുമ്പോൾ അത് നമ്മൾ ഇവിടെ ഇരുന്ന് ചെയ്ത സാധനങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു എന്താ പറയുന്നൊരു ഒരു കൗതുകവും എന്താ പറയുന്നത്, അതിൻ്റെ ഒരു രഹസ്യമായ സന്തോഷം ഉണ്ടായില്ലേ. ഈ സൗണ്ടിന്റെ കാര്യം പറയുമ്പോഴേ, ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് അത് അതിന്റെ മീറ്ററിൽ ഉണ്ടാക്കിയ ഒരു സൗണ്ട്, അപ്പൊ പല തിയേറ്ററിൽ ചെല്ലുമ്പോൾ പല രീതിയിലായിരിക്കും കേൾക്കുന്നത്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യാൻ? അതിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതിനൊരു യൂസ്ഡായി. ആദ്യമൊക്കെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, നമ്മൾ പല സാധനങ്ങളും ചെയ്തിട്ട് പല സ്ഥലത്തും കാണാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാളും ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് വ്യത്യാസമുണ്ട് തിയേറ്ററിൽ. ഇപ്പോൾ തിയേറ്ററുകാരൻ ഇപ്പോൾ വനിതാ തിയേറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ആലുവ മാതാ മാധുരി അങ്ങനെ തിയേറ്ററിൽ നിന്നൊക്കെ അവർ നമ്മളോട് വിളിച്ച് പറയും, അതായത് ഇത് വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷം. കാരണം അവർക്കൊരു സന്തോഷമാണ്, കാരണം ഇവരൊക്കെ വളരെ സിൻസിയറായിട്ടുള്ള ആളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് പല തിയേറ്ററിൽ നടത്തുന്നത്. അപ്പോൾ തൃശ്ശൂർ ആഗൻ തിയേറ്ററിലോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഭയങ്കര സിൻസിയറായിട്ട് അതിനോടൊരു അത് പ്രോപ്പറായിട്ട് ആളുകളെ കാണിക്കണം, കേൾപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷം. അത് നമ്മുടെ ഒരു ക്രാഫ്റ്റിന് കിട്ടുന്ന അംഗീകാരവും മാത്രമല്ല, ഇതൊരു കൂട്ടായ്മയും കൂടി വരുമ്പോൾ അത് നന്നാവുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? കുറേ പേരുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ ചില സിനിമ കാണുമ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതുണ്ട്. പക്ഷെ അതൊരു എന്താ പറയുന്നത്, യൂഷ്വലായിട്ട് ചില സിനിമകൾ അങ്ങനെ തോന്നാറുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പറയാനായിട്ടുണ്ടോ? അല്ല, അങ്ങനെയില്ല. അപ്പൊ നമ്മൾ പറയുമല്ലോ എനിക്ക് ഈ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്, അങ്ങനെ ഒരു അത്ര ഒരു ഒബ്സസ്ഡ് ആയിട്ടൊന്നും നിൽക്കാറില്ല. ചില സിനിമകൾ കാണുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് കുറച്ചും കൂടി അതിലൊരു എങ്ങനെയാണ് എൻ്റെ രീതിയിൽ അത് എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യം അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ. ഇല്ല, ഒരു സമയം വരെ നമ്മൾ സിനിമയുടെ സ്ക്രീനിലുള്ള ആളുകളെ മാത്രമായിരുന്നു നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ പുറകിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് നടന്ന് നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ചുകൂടി അപ്രിസിയേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകൾ അതൊക്കെ തിരക്കി വരുന്നു എന്നുള്ള ആ ഒരു ഫീലിങ്സ് എങ്ങനെയാണ്? വളരെ സന്തോഷമുണ്ട്. ഓക്കെ. അല്ല, കുറച്ചുകൂടി ആളുകളിലേക്ക് അത് അറിയാൻ പറ്റുന്നത് ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതെ അതെ, ഇപ്പൊ തന്നെ സൗണ്ട് അല്ലെങ്കിൽ ഡിസൈൻ എന്നുള്ള പേരിൽ എൻ്റെ പേരിലാണ് തന്നെയാണ് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പിന്നിലും ഒരു ടീമുണ്ട്. അതായത് ഇതിൽ സൗണ്ട് എഡിറ്റിങ്ങിൽ വർക്ക് ചെയ്ത ആൾക്കാരും ഫോളി ചെയ്ത ആൾക്കാരും ഇവരെല്ലാവരും ഉണ്ട്. ഇവരൊന്നും ഇല്ലാതെ എനിക്കിത് ഒരു സാധനം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു
സിനിമയിലെ ആയിരക്കണക്കിന് സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ. പല രീതിയിലായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എഡിറ്റേഴ്സും ഫോളി ചെയ്ത ആൾക്കാരൊക്കെ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പൊ അത് ചിലപ്പോൾ അണ്ടർ റേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ ആളുകൾ എടുത്തില്ല, അല്ലെങ്കിൽ കുറച്ച് അണ്ടർ റേറ്റഡ് ആയി പോയി എന്ന് തോന്നുന്ന ഏതെങ്കിലും സിനിമകളോ സീനുകളോ ഉണ്ടോ? യെസ്, ഇപ്പോൾ ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്തൊരു ഇതാണ് റോബോട്ടിൻ്റെ സൗണ്ട്. ആളുകളത് പടം ഗംഭീര വിജയം എന്നുള്ള തന്നെ അതൊരു സന്തോഷം. പക്ഷേ ഞാൻ പറയുന്നത് അതിലൊരു സൗണ്ടിനെ കുറിച്ചൊന്നുള്ളൊരു അപ്രീസിയേഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ അത് ചെയ്യാറില്ല. അത് വളരെ കുറച്ച് സിനിമകൾ. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്തിട്ട് അത് വളരെ നന്നായിട്ടുള്ളൊരു ഔട്ട്പുട്ട് വന്നൊരു സിനിമയായിരുന്നു. വളരെ ഗംഭീര വിജയമായിരുന്നു. പക്ഷെ അതിലൊന്നും ഒരു സൗണ്ടിനെ കുറിച്ചിട്ടൊന്നും ഒരു അപ്രീസിയേഷൻ, സിങ് സൗണ്ട് ആയിരുന്നു. അങ്ങനെ അപ്രീസിയേഷൻസ് ഒന്നും വരാറില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ കുറേ കൂടിയൊക്കെ റിവ്യൂസിൽ തന്നെ അവർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇപ്പൊ ഈ ഒരു ഫീൽ ഗുഡ് മൂവി ഇരുന്ന് നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഇതുപോലെ DSA ഒക്കെ പോലെ കുറച്ചുകൂടി ഒരു ഡാർക്ക് മൂഡുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഏത് ചെയ്യുമ്പോഴാണ് കുറച്ചൊരു ഇത് സുഖം കിട്ടുന്നത്? പടത്തിന്റെ സ്കോപ്പ്, അതായത് ഇപ്പോൾ ഞാൻ പറയാം ചിലത് മ്യൂസിക്കലായിട്ടുള്ള ഫിലിമുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു രേഖാചിത്രം പോലെ. പക്ഷേ നമ്മളൊരു സൗണ്ട് ഡിസൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സിനിമകളാണ് കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്കോപ്പ് കൂടുതൽ തരുന്നത്. നമുക്ക് തന്നെ എന്തെന്ന് പറയുന്നത് പല സാധനങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്യാനും പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കാനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് കിട്ടുന്നത് DCയുടെ പോലത്തെ സിനിമകളാണ്. ഒരു മ്യൂസിക്കലാവുന്ന തന്നെ എനിക്കൊരു പരിമിതിയുണ്ട് പല കാര്യങ്ങളും ചെയ്യാനും. പക്ഷേ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. കാരണം മ്യൂസിക് തന്നെ നമുക്ക് പല രീതിയിൽ മിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ വോയിസുകളെ കുറിച്ച് വർക്ക് ചെയ്യാനോ ഒക്കെ നമുക്ക് പറ്റും. ഈ DSA ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ലാലേട്ടൻ ആണെങ്കിലും പ്രണവ് ആണെങ്കിലും എല്ലാവരും DP റെഡ് കളർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടീമിന്റെ ഒരു ഭാഗമായി എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ്, എന്തെങ്കിലും മാർക്കറ്റിംഗ് ആണോ ചോദിച്ചിരുന്നു. എങ്ങനെയായിരുന്നു റെസ്പോൺസ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കണ്ടിരുന്ന് കാണുമെന്നുള്ള കാത്തിരുന്ന് കാണുമെന്നുള്ള സാധനം. എന്നെ രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു ബ്രോ ഇതിങ്ങനെ ഒരു സാധനം അയച്ചിട്ടുണ്ട്, അത് മാറ്റണം. അപ്പോൾ ഇത് എനിക്കിത് മുഴുവനായിട്ട് അറിയില്ല ഇവിടെ എന്തൊക്കെയാണ് മാറ്റേണ്ടതെന്ന്. എന്നിട്ട് അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് അത് മാറ്റി ഇതൊക്കെ തന്നത്. അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതെ അത് ഭയങ്കര നോട്ടീസ് ചെയ്തു ആൾക്കാർ. അതെ. അപ്പൊ എന്തായാലും ആ ടീമിലുള്ള ആൾക്കാരോട് അത് എന്തിനാ അങ്ങനെ എന്താ അങ്ങനെ കാര്യം ഒരു ക്വസ്റ്റ്യൻ വരുമല്ലോ. അതെ, ലാലേട്ടനും കൂടി മാറ്റിയപ്പോൾ അത് വൈറലായി. അതെ. അതുപോലെ ഈ പ്രണവിന്റെ കാര്യം ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. ഇല്ല, ഞാൻ ലൊക്കേഷനിൽ പോയിട്ടില്ല, ഇല്ല. ഞാൻ പ്രണവിനെ കാണുന്നത് ഡബിങ്ങിനാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ഒട്ടും പിടിതരാത്ത ഒരാളാണ് പ്രണവ്. അപ്പൊ നമുക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ് പ്രണവിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട്. അപ്പൊ പ്രണവായിട്ടുള്ള എക്സ്പീരിയൻസ്? എനിക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ എന്താ പറയുന്നത് ഡബിങ്ങിന്റെ സമയത്താണ് വളരെ നോർമലായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ. വളരെ ഈസി. അതിപ്പോൾ തന്നെ ആരും അങ്ങനെ ഡബിങ്ങിൽ തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. ഇപ്പം മമ്മൂക്കയിലും പ്രണവ് ഇവരൊക്കെ വളരെ എന്താ പറയുന്നത് നോർമലായിട്ടുള്ള ആളുകളായിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിലയ്ക്ക് നമുക്ക് അത്രയും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇപ്പൊ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില നടന്മാരെ കണ്ടു നമ്മൾ ഇരുന്ന് പോകുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് കിട്ടിയ ഏത് ആക്ടറാണുള്ളത്? മമ്മൂക്ക. അത് കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രമേഹത്തിന്റെ 5-6 ദിവസത്തെ ഡബ്. മമ്മൂക്ക വരും, ഒരു സീൻ എടുക്കും, പിന്നെ പുറത്ത് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോൾ ഉള്ളിലേക്ക് വരും, ബൂത്തിലേക്ക് വന്ന് വീണ്ടും അവിടെ ഇരുന്ന് ലോക കാര്യങ്ങളൊക്കെ വർത്താനം പറയും, പിന്നെ കുറച്ചു നേരം പോയി ഡബ് ചെയ്യും, അങ്ങനെ. പക്ഷെ ഓരോ വട്ടം പോകുമ്പോഴും നമുക്ക് അത് ഞാൻ രാഹുലിനോട് പറഞ്ഞു, ഞാൻ മമ്മൂക്കയുടെ അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു ഇത് ഡബ്ബ് ഭയങ്കര രസമുള്ളൊരു ഡബ്ബായിരിക്കും എന്നുള്ളത്. അപ്പോൾ രാഹുൽ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഒരു ഭയങ്കര രസമാണ്. ഇപ്പോൾ അതിൽ കാണാമല്ലോ അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി അതിൽ പ്രമേഹത്തിൽ. അതെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ സെർച്ച് വർക്ക് ചെയ്യാത്തതിന് അത് കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്ത് വളരെ നന്നായിട്ട് സൗണ്ട് മിക്സ് ചെയ്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ഏതെങ്കിലും പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഒരുപാടുണ്ട്, ഒരുപാട് സിനിമകൾ ഉണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ വളരെ നന്നായിട്ട് തോന്നാറുണ്ട്. ഇപ്പൊ ലോകയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക ഒരു രസമുള്ളതായിരുന്നു. എനിക്ക് ലോക നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഹൃദയപൂർവ്വം, അപ്പോൾ ലാൽ സാറിൻ്റെ സിംഗ് സൗണ്ട് ചെയ്തൊരു പടമാണ് ഹൃദയപൂർവ്വം. അപ്പോൾ അത് നമ്മളറിയുന്ന ആളുകളും കൂടി ആകുമ്പോൾ അത് കൂടുതൽ സന്തോഷം. പിന്നെ ആവാസവ്യൂഹത്തിൻ്റെ സൗണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആവാസവ്യൂഹം സിനിമ തന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ തുടരും ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു വർക്കായിരുന്നു. തുടരും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അതൊരു കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നതാണ്, എല്ലാം സബ്റ്റിലായിട്ട് ചെയ്യണമെന്ന് പറയില്ല. തുടരും വേറെ രീതിയിൽ കയറി പോകുന്ന സിനിമയാണ്. അങ്ങനെ പല ആളുകളുടെയും വർക്കുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ തോന്നാറുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരുടെ എന്താ പറയുന്ന അഭിരുചിക്കനുസരിച്ചിട്ടും അവർ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിനനുസരിച്ചിട്ടും പല രീതിയിലാണല്ലോ ഇൻ്റർപ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സാധനത്ത് തന്നെ പല ആളുകൾ ഇൻ്റർപ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിന് ചില സമയത്ത് പഠിക്കാനുണ്ട്, ചില സമയത്ത് മിസ്റ്റേക്കുകൾ കാണാം, അത് മനസ്സിലാക്കാനുണ്ട്. അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ഒരു സിനിമ കാണുന്ന സമയത്ത് അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. അപ്പൊ ആ സിനിമ കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഇന്നസെന്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. മ്യൂസിക് ആണെങ്കിൽ ഫുൾ ടൈം സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ റിലാക്സേഷന് വേണ്ടിയിട്ട് സാർ എന്താ ചെയ്യുന്നത്?
ഞാൻ മ്യൂസിക് കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ സിനിമയായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക് കേൾക്കലില്ല, വളരെ കുറവാണ്. മാത്രമല്ല ഭയങ്കര ലോ വോളിയത്തിൽ മ്യൂസിക് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇവിടെ ഭയങ്കര ഹൈ വോളിയത്തിൽ കേട്ടിട്ടാണ്. ഭയങ്കര ഹൈ അല്ല, പക്ഷെ എങ്കിലും നമ്മൾ എന്താ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന സ്ഥിതിക്ക് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതായിട്ടാണ്. പിന്നെ എൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രധാന ഒരു പരിപാടി നടത്താണ്, നടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് മെയിനായിട്ട്. ഇപ്പൊ നിങ്ങൾ ഓരോ സൗണ്ടുകളുടെ കാര്യം, എന്തെങ്കിലും ഒരു സൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതാണ് സിറ്റുവേഷൻ, ഈ സൗണ്ട് നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ഐഡിയക്ക് വിടുവാണ് എന്നൊക്കെ പറഞ്ഞ ഒരു സീൻ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ അതായത് നമ്മളിപ്പോൾ സിനിമ ചെയ്യുമ്പോൾ ഇവരെല്ലാ സീനൊന്നും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടൊന്നുമില്ല. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു മനസാന്നിധ്യം അനുസരിച്ചിട്ടും നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൽ വരുന്ന കറക്ഷൻസാണ് നമുക്ക് ചെയ്യേണ്ടി വരാറുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കേൾക്കുന്ന സൗണ്ടുകൾ, നമ്മുടെ പരിചിതമായ കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടല്ലോ. പിന്നെ ഇതിൽ നമ്മൾ കേൾക്കുന്ന സൗണ്ടുകളാണ് ഫുള്ള് നമുക്ക് പരിചയമല്ല. ഇപ്പോൾ DSLR എന്ന് പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സൗണ്ടുകളും, ഏത് സൗണ്ടാണ് നമുക്കറിയാത്ത, ക്ലിപ്പിൻ്റെ സൗണ്ടാണോ, വളരെ കുറച്ച് സൗണ്ടാണ് നമ്മൾ കേൾക്കാത്ത, എന്തിന് ആളുകൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സൗണ്ടാണ്, എല്ലാ സൗണ്ടും, ഫുട്ബോൾ തട്ടുന്ന സൗണ്ട്, ഇതിലേത് സൗണ്ടാണ് നമുക്കറിയാത്തത്. നമ്മൾ ശ്രദ്ധിക്കുന്നത് വേറെ കാര്യം, നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് സൗണ്ട്, കാരണം നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ നമ്മൾ ഇതുപോലെ സ്റ്റുഡിയോക്കകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഈ സൗണ്ട്, ഇപ്പൊ DSLR സൗണ്ട് അതിങ്ങനെ കേട്ടിട്ട് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഗ്ലിച്ച് ഫീൽ, ആ ഫീൽ വന്നിട്ടേ ഇല്ല. അല്ല, പുറത്തേക്ക് ഇറങ്ങണം. നമ്മളൊരു 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 10-15 മിനിറ്റ് എപ്പോഴും ബ്രേക്ക് എടുക്കും, കാരണം നമുക്ക് നമ്മുടെ ചെവിനെ വീണ്ടും കാലിബ്രേറ്റ് ചെയ്യണം, അത് കൊടുക്കണം. അല്ല, അപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഫീൽ ആദ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ, പഠിക്കാനൊക്കെ പോയി ആദ്യമായിട്ട് നമ്മൾ മിക്സിംഗ് സ്റ്റുഡിയോയിൽ കയറുമ്പോൾ ഉണ്ടാവുന്ന സൈലൻസ് എന്താ പറയുന്ന ഒരു ബാഫ്ലിംഗ് ആയിട്ടുള്ള ഒരു സൈലൻസ് ആയിരുന്നു. പിന്നീട് നമ്മൾ യൂസ്ഡ് ആണ്. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അധിക ഭാഗം നമ്മളൊരു അക്വസ്റ്റിക് ചെയ്ത റൂമുകളിലാണ് താമസിക്കുന്നത്. അപ്പം അത് കാരണം ഇപ്പോൾ യൂസ്ഡ് ആണ് അത്. ഇപ്പൊ ക്രിസ്റ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ആയി പോകും, അത് സിസ്റ്റത്തിന്റെ പ്രശ്നമായിരിക്കാം, അത് ചുമ്മാ ട്രോളി പറയുന്ന പറഞ്ഞേ. അതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇടയ്ക്ക് KSEBക്കാർ കറണ്ട് കളയുന്നല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, പുള്ളി അത് വളരെ കോമഡി ആയിട്ടാണ് പറഞ്ഞത്. കാരണം ഞാനിങ്ങനെ ഇരുന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫ് ആയി പോകും, പിന്നെയും വരും. അപ്പൊ ഞാൻ അത് ട്രോളായിട്ടാണ്, പുള്ളിക്കാരൻ അത് അത്രയും കോമഡി ആയിട്ട്. അത് ഞാൻ കണ്ടിരുന്നു ക്രിസ്റ്റ്യൻ, എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു ക്രിസ്റ്റ്യൻ എന്താ ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഡിസ്കസ് ചെയ്തായിരുന്നോ നേരത്തെ? ഇല്ല. ഇനി ഫ്യൂച്ചർ വർക്ക്സ് ഏതൊക്കെയാ വരുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഹിന്ദി പടമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖേത്തി. ഇത് സെയിം ടീം, ഞങ്ങൾ എന്താ പറയുന്നത് ഇവിടെ സെയിം എഡിറ്റേഴ്സ്, പ്രേമും ഷമീർ അലൻ, ഇവരൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ ഒരു പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഒരു പടം കൂടി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്ന സൗണ്ടാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് സിനിമ കറക്റ്റായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളാണ്. അപ്പോൾ കണ്ടതിൽ സന്തോഷം. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി.